അപ്പം ഇസ്ലാമിക ദർശനങ്ങളെന്നും അത് ഇസ്ലാമിലെ തന്നെ ഷിയാ ദർശനങ്ങളുടെ ഒരു പിൻബലമുള്ള നേതാക്കളാണ് ആര്, ഈ ആയത്തുള്ള ഖൊമേനി ഉൾപ്പെടെയുള്ള ആളുകൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടത് അധികാരത്തിൽ വന്നു. അത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഭരണ സംവിധാനമാണ് അവിടെ. സ്ത്രീ സ്വാതന്ത്ര്യം, പൗരരുടെ സ്വതന്ത്രമായ സ്വാതന്ത്ര്യം, കലാവിഷ്കാര സ്വാതന്ത്ര്യം, വിശ്വപ്രസിദ്ധരായ സിനിമാ സംവിധായകർക്കൊന്നും ഇറാനിലെ താമസിച്ച് സിനിമ എടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കിയത്, അവരെല്ലാം തടങ്കലിലേക്കോ അല്ലെങ്കിൽ പ്രവാസത്തിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ അഭയം തേടേണ്ടി വന്ന അവസ്ഥ, അതെല്ലാം തന്നെ അവിടുത്തെ ഖൊമേനിയൻ ഭരണകാലഘട്ടത്തിലെ ജനാധിപത്യ വിരുദ്ധതയാണ് കാണിക്കുന്നത്. ആ ജനാധിപത്യ വിരുദ്ധതയുണ്ടാകുമ്പോൾ തന്നെ ഈ മേഖലയിലെ അമേരിക്കൻ അധിനിവേശത്തെ, സാമ്രാജ്യത്വ അധിനിവേശത്തെ അവർ ശക്തമായി പ്രതിരോധിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പം പല ലിബറൽ സുഹൃത്തുക്കളും ചോദിക്കുന്നത് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കേണ്ടതില്ലേ എന്ന്. അത് ന്യായമായൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് അവിടെ തന്നെ ആഭ്യന്തരമായി അവിടുത്തെ തന്നെ ജനങ്ങളുടെ മൂവ്മെൻറ്റുകൾ വളർന്നു വരിക, അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളുടെ ഉത്തരവാദിത്വം. ജനാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി അവിടെ അമേരിക്ക ഇടപെടുന്നതിനെ ഒരു കാരണവശാലും, അല്ലെങ്കിൽ ഇസ്രയേൽ ഇടപെടുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ മതപൗരോഹിത്യ ഭരണകൂടമാണ്, ആ ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഖൊമേനിയെ അവസാനിപ്പിക്കാൻ വേണ്ടി, അയാൾ ഡിക്റ്റേറ്ററാണ്, അയാൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇസ്രയേൽ ഇടപെടുന്നത്. ഇസ്രയേൽ എന്താണ്? അത് ഭരണഘടനാപരമായി തന്നെ എന്താണ്? അത് യഹോവയെ ദേശീയ ദൈവമായി അംഗീകരിച്ചിട്ടുള്ള ഒരു ജൂയിഷ് സ്റ്റേറ്റാണത്. അത് യഹൂദരുടെ രാഷ്ട്രമാണത്, മതാധിഷ്ഠിത രാഷ്ട്രമാണ്. ആധുനിക ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ ഒന്നും അംഗീകരിക്കാത്ത ഒരു ജൂതരാഷ്ട്രമാണിത്, ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്.